VS-നെയും വഹിച്ചുള്ള വിലാപയാത്ര ആലപ്പുഴ ജില്ലയിലൂടെ കടന്നു വരികയാണ്. വി അരുണുണ്ട്. അരുൺ, മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്ക് നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട് VS-നെ ഏറ്റവും ആവേശഭരിതനാക്കുന്ന ആൾക്കൂട്ടമായിരുന്നു. ആൾക്കൂട്ടത്തിൻ്റെ മുദ്രാവാക്യം വിളി അദ്ദേഹത്തെ മാറ്റുന്നത്, ഞൊടിയിടയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാവമൊക്കെ മാറുന്നത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ആൾക്കൂട്ടം ഈ മിനിഞ്ഞാന്ന് തൊട്ട് VS-നൊപ്പം തന്നെയുണ്ട്. ആ ആൾക്കൂട്ടം VS-നെ എപ്പോഴും വിളിക്കുന്നത് പോലെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുമുണ്ട്. ആലപ്പുഴയിൽ എത്തുമ്പോൾ ആ വിളിക്കിനി ആവേശം കൂടുകയല്ലേ ഉള്ളൂ? തീർച്ചയായിട്ടും ശ്രീജ, ആലപ്പുഴയുടെ വിപ്ലവ മണ്ണിലൂടെയാണ് ആ ആലപ്പുഴ ജില്ല കേരളത്തിൽ നൽകിയ എക്കാലത്തെയും ശക്തനായ പോരാളി, ശക്തനായ വിപ്ലവകാരി തന്റെ അന്ത്യയാത്രയ്ക്കായി പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിലേക്ക് പോകുന്നത്. VS ആൾക്കൂട്ടം VS ഹരമായിരുന്നു, VS ആവേശമായിരുന്നു. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് VS വലിയ ക്ഷീണിതനായൊക്കെ കാണപ്പെടുന്ന പൊതുയോഗങ്ങൾ. പക്ഷേ ആൾക്കൂട്ടം കാണുമ്പോൾ എവിടെ നിന്നില്ലാത്ത ഒരു ഊർജം VS-ലേക്ക് വരും. ആ ഊർജം ആവാഹിച്ചാണ് പിന്നീട് VS-ന്റെ പ്രസംഗങ്ങൾ. ഇപ്പോൾ പോകുന്നത് നങ്ങ്യാർകുളങ്ങര ഭാഗത്തുകൂടെയാണ്. അടുത്ത കേന്ദ്രം VS-ന്റെ പൊതുദർശന കേന്ദ്രം നങ്ങ്യാർകുളങ്ങരയാണ്. ഇവിടെ മണ്ണ് വാരിയിട്ടാൽ താഴെ വീഴാത്തത്ര ജനക്കൂട്ടമാണ്. നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ ആൾക്കൂട്ടം കണ്ട് അതിശയിച്ചു. ഈ VS-ന് വേണ്ടി ഇത്രയധികം ആളുകൾ, 6 വർഷം നിശബ്ദനായി നിന്ന നേതാവിന് വേണ്ടി ഇത്രയധികം ആളുകൾ നിരത്തിലിറങ്ങുന്നു. അവർ ഒരു കേന്ദ്രത്തിൽ അടുത്ത കേന്ദ്രത്തിലേക്ക് ഓടുന്നത് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. പക്ഷേ അത് അത്ഭുതത്തിന്റെ തുടക്കമായിരുന്നു. കൊല്ലത്തേക്ക് കടന്നതോടുകൂടി, കടമ്പാട്ടുകോണം തിരുവനന്തപുരം ജില്ലാ അതിർത്തി കടന്നതോടുകൂടി മറ്റൊരു ലോകമാണ് നമ്മൾ കണ്ടത്. കൊല്ലത്തെ ഓരോ കേന്ദ്രങ്ങളിലും ആദ്യ സ്വീകരണ കേന്ദ്രം മുതൽ അവിടുന്ന് അങ്ങോട്ട് അക്ഷരാർത്ഥത്തിൽ ജനക്കൂട്ടം ആർത്തിരമ്പുകയായിരുന്നു. അത് ഓരോ ഇടത്തും ആയിരക്കണക്കിന് ആളുകൾ VS-നെ അവസാനമായി കാണാൻ, അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ VS-ന്റെ ഏറ്റവും ഇഷ്ട ഇടങ്ങളിലൊന്നായ കൊല്ലം ജില്ലയിലേക്ക് ഒഴുകിയെത്തി, ജില്ലയിലെ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തി. രാത്രി, അർദ്ധരാത്രി, അതിരാവിലെ ഒക്കെയാണ് കൊല്ലത്തുകൂടി വിലാപയാത്ര കടന്നുപോയത്. ശക്തമായ മഴ പലയിടത്തും ഉണ്ടായിരുന്നു. അവിടെയൊക്കെയും മഴയെ വകവയ്ക്കാതെ, രാത്രിയെ വകവയ്ക്കാതെ മണിക്കൂറുകൾ, ഒരുപക്ഷെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കൊല്ലത്ത് എത്തിച്ചേരുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. കാരണം 2 മണിക്ക് തുടങ്ങുമ്പോൾ സ്വാഭാവികമായി 5 മണിയോട് 6 മണിയോടുകൂടിയെങ്കിലും എത്തണമല്ലോ കൊല്ലത്ത്. പക്ഷേ അങ്ങനെയല്ല. ആ സമയം മുതൽ VS-നെ കാണാൻ കാത്തുനിന്ന ആളുകൾ ഒരു ഇഞ്ച് പോലും പിന്മാറാതെ, കുട്ടികൾ, സ്ത്രീകളുടെ വലിയ സാന്നിധ്യം എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇന്ന് രാവിലെ 6:30യോടുകൂടിയാണ് കൊല്ലം ജില്ല കടക്കുന്നത്. ഓച്ചിറയിൽ 6:30യോടുകൂടി വിലാപയാത്ര എത്തി. പിന്നീട് അങ്ങോട്ട് VS-ന്റെ സ്വന്തം മണ്ണിലേക്ക്, വിപ്ലവ മണ്ണിലേക്ക് വിലാപയാത്ര കടന്നു പോവുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം വിലാപയാത്ര നങ്ങ്യാർകുളങ്ങരയിലേക്ക് എത്തും. അവിടെ സ്വീകരണമുണ്ട്. അതിൽ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ആളുകൾ കാത്തുനിൽക്കുകയാണ്. വിലാപയാത്രയെ അവിടെ മുദ്രാവാക്യം വിളിച്ച്, രക്തപുഷ്പങ്ങൾ അർപ്പിച്ച് പാർട്ടി പ്രവർത്തകർ സ്വീകരിക്കും. നങ്ങ്യാർകുളങ്ങര കഴിഞ്ഞാൽ ഹരിപ്പാടാണ്. ഹരിപ്പാട് നിന്ന് വീണ്ടും വിലാപയാത്ര മുന്നോട്ട് പോയി. ഏകദേശം ഉച്ചയ്ക്ക് മുമ്പെങ്കിലും അദ്ദേഹത്തിന്റെ പുന്നപ്ര വേലിക്കകത്ത് വീട്ടിൽ VS വിവാഹശേഷം വാങ്ങിയ വീടാണ് വേലിക്കകത്ത് വീട്. അദ്ദേഹം ജ്യേഷ്ഠതയിൽ വാങ്ങിയ വീടാണ് വേലിക്കകത്ത് വീട്. അവിടേക്ക് എത്തും. ഈ ആലപ്പുഴ VS എന്ന വിപ്ലവകാരിയെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശക്ത നേതാവിനെ വളർത്തിയെടുത്ത മണ്ണാണ്. 11ാം വയസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഘട്ടത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ട, അതിനു മുമ്പ് അമ്മയെ നഷ്ടപ്പെട്ട VS എന്ന കുട്ടിയുടെ, VS എന്ന ബാലന്റെ പോരാട്ടം തുടങ്ങിയ മണ്ണാണ്. VS പിറന്നു വീണ മണ്ണാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സമരങ്ങൾ, CPI-യുടെ അംഗമാകുന്നു. പിന്നീട് നിരവധി സമരങ്ങൾ അദ്ദേഹം കർഷക തൊഴിലാളികൾക്ക്, കയർ ഫാക്ടറി തൊഴിലാളികൾക്ക്, തുറമുഖ തൊഴിലാളികൾക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ, ആലപ്പുഴ കയർ ഫാക്ടറി തൊഴിലാളി യൂണിയനും, ചേർത്തല കയർ തൊഴിലാളി ഫാക്ടറി യൂണിയനും, മുഹമ്മദ് കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ, ഈ 3 സംഘടനകളായി തൊഴിലാളികൾ സംഘടിച്ചിരുന്ന, അവരെ സംഘടിപ്പിച്ച VS-ന്റെ തൊഴിലാളി രംഗത്തെ പ്രവർത്തന കേന്ദ്രം. P. കൃഷ്ണപിള്ള എന്ന
സഖാവിൽ ആകൃഷ്ടനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കാലെടുത്തു വച്ച വി എസ് അച്യുതാനന്ദന്റെ ഈ ഇപ്പോൾ കടന്നുപോകുന്ന ഈ പാതയോരങ്ങളാണ് ഒരുപക്ഷെ പണ്ട് ഇത്തരത്തിലുള്ള റോഡുകളായിരുന്നിരിക്കില്ല, പക്ഷേ ആ പാതയോരങ്ങളിലൂടെയാണ് വി എസ് എന്ന കമ്മ്യൂണിസ്റ്റ് നടന്നു തുടങ്ങിയത്. നടന്ന് കേരളമാകെ രാജ്യമാകെ പടർന്നു പന്തലിച്ചത് ഈ പാതയിലൂടെയാണ്. വി എസ് എന്ന നേതാവ് വളർന്നത്. അമ്പലപ്പുഴയും ചേർത്തല താലൂക്കുകളിലുമൊക്കെ വി എസിന്റെ സമര പോരാട്ടങ്ങൾക്ക് സാക്ഷിയായ സ്ഥലങ്ങളാണ്. ദിവാൻ ഭരണത്തിനെതിരെ, ജന്മിത്വത്തിനെതിരെ വി എസ് പോരാടിയ ഭൂമികയാണിത്. അതിലൂടെയാണ് കേരളത്തിന്റെ വിപ്ലവകാരി ആലപ്പുഴയുടെ പുന്നപ്പറയുടെ സമരനായകൻ അവസാന യാത്ര പോകുന്നത്. നമുക്കറിയാം, വി എസ് ഓരോ തവണ ആലപ്പുഴ എത്തുമ്പോഴും അദ്ദേഹത്തെ കാണാൻ സ്വീകരിക്കാൻ വലിയ ആൾക്കൂട്ടം എത്താറുണ്ട്. അത് വി എസ് തങ്ങളുടെ സ്വന്തം നേതാവാണ്, ആലപ്പുഴയുടെ നേതാവാണ് എന്ന ആ ഒരു അഭിമാന ബോധത്തോടു കൂടി തന്നെയാണ് എല്ലാവരും വി എസിനെ കാണാൻ എത്തിയിരുന്നത്. ആ വി എസ് ആണ് ഇവിടെ അന്ത്യയാത്രയ്ക്കായി ഇവിടെ എത്തുന്നത്. പുന്നപ്ര സമര നായകനാണ് വി എസ്. 1946 ഒക്ടോബർ 24 പുന്നപ്ര പോലീസ് ക്യാമ്പിലേക്ക് മാർച്ച് ചെയ്ത തൊഴിലാളികൾക്കെതിരെ ഉണ്ടായ വെടിവയ്പ് പാർട്ടി നിർദ്ദേശപ്രകാരം ഒളിവിൽ പോകുന്ന വി എസ് അച്യുതാനന്ദൻ പിന്നീട് അദ്ദേഹത്തെ കസ്റ്റഡിയെടുത്ത് അതിക്രൂരമായി മർദ്ദിച്ച് കാലിൽ ബയഡറ്റ് കുത്തിയിറക്കി മരിച്ചു എന്ന് കരുതി ഉപേക്ഷിച്ചു പോയ അന്നത്തെ പോലീസ്. അങ്ങനെ വി എസ് എന്ന പേര് കേൾക്കുമ്പോൾ അനവധി കഥകൾ ആലപ്പുഴക്കാർക്ക് ഓർക്കാൻ കഴിയും. ഒരു കാലത്തും കീഴടങ്ങാത്ത വി എസ് ആണ്. ആർക്കു മുന്നിലും തലകുനിക്കാത്ത നേതാവാണ്. അത് അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമെന്നും അദ്ദേഹത്തിന്റെ പരുക്കൻ പെരുമാറ്റമെന്നും ഒക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വി എസ് അതിനെല്ലാം മറികടന്ന് കേരളത്തിൽ ഏറ്റവും ജനകീയനായ നേതാവായി മാറിയത് നമ്മൾ കണ്ടതാണ്. വി എസിന്റെ സമര ചരിത്രം വളരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമര ചരിത്രത്തോളം പഴക്കമുള്ളതാണ്. ഒരു സമര നൂറ്റാണ്ടാണ് വി എസ്. ഒരു നൂറ്റാണ്ടിൽ മുഴുവൻ ജീവിച്ചിരുന്ന നേതാവാണ്. അതിൽ 8 പതിറ്റാണ്ടോളം സജീവമായി തന്നെ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്ന നേതാവാണ്. ഒരു 3-4 പതിറ്റാണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാഗധേയം നിർണയിച്ച നേതാവാണ്. 2016 തെരഞ്ഞെടുപ്പിൽ പോലും വി എസ് ഓടി നടന്ന് കേരളം ഒട്ടാകെ നടന്ന് പ്രസംഗിച്ചു. അദ്ദേഹം 2016 മലമ്പുഴയിൽ മത്സരിച്ചു. അതിനുശേഷമാണ് വി എസ് നിശബ്ദനാകുന്നത്, അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നത്. ആ വി എസ് ആണ് CPIയുടെ ബ്രാഞ്ച് അംഗമായും പിന്നീട് CPIയുടെ ജില്ലാ സെക്രട്ടറിയായും CPIയുടെ ജില്ലാ സെക്രട്ടറിയായും ഒക്കെ വി എസ് നിറഞ്ഞു നിന്ന അദ്ദേഹത്തിന്റെ മണ്ണിലേക്കാണ് ഇപ്പോൾ ഈ വിലാപയാത്ര കടന്നു പോകുന്നത്. 67 ജൂലൈ 16 വി എസ് ആദ്യം MLA ആകുന്നത്. അമ്പലപ്പുഴ MLA ആയിരുന്നു വി എസ്. ആ വി എസ് പിന്നീട് കേരളത്തിലെ ഏറ്റവും ശക്തനായ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ പര്യായമായി വി എസ് മാറി. പ്രതിപക്ഷ നേതാവായിരുന്നു വി എസ് എന്നും. മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹം മനസ്സുകൊണ്ട് പ്രതിപക്ഷത്തായിരുന്നു, ജനപക്ഷത്തായിരുന്നു. അതുതന്നെയാണ് വി എസിനെ മറ്റു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. തെറ്റു കണ്ടാൽ പാർട്ടി ഭാഗത്താർ തെറ്റെന്ന് ബോധ്യപ്പെട്ടാൽ വി എസ് അതും ചോദ്യം ചെയ്യാൻ തയ്യാറായിരുന്നു. അതിനും വി എസ് മടിച്ചിരുന്നില്ല. അങ്ങനെ ഒരു നേതാവ് അസാധാരണമാണ്. നിലപാടുകളുടെ ധീരതയാണ് വി എസിനെ എന്നും വ്യത്യസ്തനാക്കുന്നത്. ആ